ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. കൽക്കി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം, 9ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണന് ശേഷം കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ പിറക്കാൻ പോകുന്ന അവതാരം എന്നാണ് കൽക്കിയെ വിശേഷിപ്പിക്കുന്നത്. കൽക്കി നമ്മുടെ കലിയുഗത്തിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ, അതായത് കലിയുഗത്തിൽ ഇനി ഒന്നിനും സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കണ്ടീഷൻ എത്തുമ്പോൾ, അത് മനുഷ്യനല്ല, മൃഗം, സസ്യം, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നൊരു കണ്ടീഷനിൽ എത്തുമ്പോഴാണ് കൽക്കി അവതരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നതും. സിനിമയുടെ ആ ഒരു ഓരോ നീക്കത്തിലും ടെക്നിക്കലി ബ്രില്യൻ്റാണ് സിനിമ. ഇത് കുറേ സമയത്തേക്ക് നമ്മൾ ഇന്ത്യൻ സിനിമ തന്നെയാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇന്ത്യൻ സിനിമയെ കൊച്ചാക്കി കാണുന്ന സംഭവമല്ല. എന്നാൽ പോലും നമ്മൾ അറിയാതെ നമ്മൾ കമ്പയർ ചെയ്തു പോകും, ഇത് ഹോളിവുഡ് ലെവലാണല്ലോ, ഇത് നമ്മൾ ഇന്ത്യൻ സിനിമ തന്നെയാണോ കാണുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലൂടെ നമ്മൾ തുടക്കം തന്നെ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതിനെ കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് കുറച്ച് നേരം മാത്രം ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ലെവൽ നമുക്ക് തന്നിട്ട് പിന്നെ ഒരു ക്ലീഷ ലെവലിൽ പോവാതെ അത് കീപ്പ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ടെക്നിക്കൽ സൈഡിലൂടെ സിനിമ കൊണ്ടുപോയിട്ടും ആ ഡിവൈനിറ്റി, ആ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, കൽക്കി, കൾച്ചർ, സ്പിരിച്വാലിറ്റി, കണക്ഷൻ ടു ഗോഡ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ കൈവിടാതെ തന്നെ ടെക്നിക്കൽ സൈഡ് കാണിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ആദിപുരുഷൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർ ടെക്നിക്കൽ സൈഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു. അതേപോലെ നമ്മുടെ എപ്പിക്കായിട്ടുള്ള രാമായണത്തിനെ കണക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ രണ്ടും ഇല്ലാതെ പോയി, രാമായണത്തെയും മോശമാക്കി ടെക്നിക്കൽ സൈഡും മോശമാക്കി എന്നുള്ളൊരവസ്ഥയിലേക്ക് സിനിമ പോവുക ചെയ്തു. പക്ഷേ ഇതിൽ നമ്മുടെ ടെക്നിക്കൽ സൈഡിനോടൊപ്പം ഇവർ മഹാഭാരതമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ, നമ്മുടെ മഹാഭാരതം സീരിയലിന് ശേഷം മഹാഭാരതത്തെ ഭംഗിയിൽ കാണിക്കാൻ ഒന്നിനും കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ സാധിക്കും. അതാണ് സിനിമ തന്നിട്ട് നമുക്ക് പോകുന്നത്. ഇതിൽ മഹാഭാരതമായിട്ട് കണക്ട് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ. നെക്സ്റ്റ് പാർട്ടിൽ ഒരു പക്ഷേ മഹാഭാരതമായിട്ടുള്ള വലിയൊരു ലോകം തന്നെ ഈ സിനിമ തുറക്കും എന്നുള്ളത് ഒരു സംശയമില്ല. ആ ലെവലിലാണ് സിനിമ പോയിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടേഴ്സ്, മഹാഭാരതത്തിലെ 2-3 ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് സിനിമയിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതൊക്കെ സ്യൂട്ടബിൾ. അത് ആരാ ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ തിയേറ്ററിൽ തരുന്നൊരു രോമാഞ്ചുണ്ടല്ലോ. നമുക്ക് മഹാഭാരതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു വിസ്മയം തന്നെ. എത്ര നമ്മൾ അതിനെ വർണ്ണിക്കാൻ ശ്രമിച്ചാലും നമുക്ക് തീരൂല. ആ ലെവലാണ് ആ ഒരു അതിൻ്റെ ആ ഒരു ഓരോ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്നൊക്കെ പറയുന്നത് ഇർറിപ്ലേസിബിൾ ആണ്. അതിനെ നമുക്ക് വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ആ ലെവലാണ് അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സിനിമ കണക്ട് ചെയ്യുന്നു. അതിലെ അറിയാമല്ലോ, നമുക്ക് അമിതാഭ് സാറിൻ്റെ ബിഗ് ബിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് അറിയില്ല, അശ്വത്ഥാമ, കറക്റ്റ് നമുക്ക് ചേരുന്നുണ്ട്. അതായത് നമുക്ക് ബിഗ് ബിനെ ശരിക്കും ആ താടിയും ആ ഹൈറ്റും ആ ഒരു ഫിസിക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പുരാണ കഥാപാത്രത്തെ നമുക്ക് ഉണ്ടാക്കി വെച്ചായിട്ടൊന്നും തോന്നില്ല. കറക്റ്റ് ഒരു പുരാണ കഥാപാത്രം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു സംഭവമൊക്കെ തന്നെ നമുക്ക് തോന്നുന്നു. ബിഗ് ബിയുടെ ആ ഒരു ഓറ, ഒരു സ്പിരിച്വൽ ഓറയുണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡിവൈനിറ്റി കളയാതെ കാത്തു സൂക്ഷിക്കാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെയാണ്. അദ്ദേഹം ജസ്റ്റ് സ്ക്രീനിൽ ആ ഒരു ഭസ്മൊക്കെ തൊട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ, ആ താടിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിലേക്ക് ആ ഒരു ഡിവൈനിറ്റി നമ്മളിലേക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഭാസ്. പക്ഷേ ബിഗ് ബിയെക്കുറിച്ച് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ സിനിമകൾ ഇങ്ങനെ പോവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, വന്ന് നിൽക്കുമ്പോഴുള്ള ആ എക്സ്പ്രഷൻ, മുഖത്തുള്ള ആ എക്സ്പ്രഷൻസ്, ആ ദേഷ്യം, ആ ഗൗരവം, അതൊന്നും യൂസ് ചെയ്യാതെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു റോളാണ്, അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് പറ്റിയൊരു റോള് സിനിമയിൽ കൊടുത്തു. അത് സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നെക്സ്റ്റ് പ്രഭാസ്. ഇദ്ദേഹവും കുറേ കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം ഒരു പക്ക പോസിറ്റീവ് കിട്ടിയൊരു പ്രഭാസ് സിനിമ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രഭാസിൻ്റെ സ്റ്റാർഡം അങ്ങ് ഉച്ചിയിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് കിട്ടിയാൽ ഇതിൻ്റെ കറക്ഷൻ ഏത് വരെ പോകുന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. 1000 കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി. എൻ്റെ അപ്പുറത്തേക്ക് എന്ത് പോകുന്നുള്ളതേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രഭാസിൻ്റെ സ്റ്റാർഡം ഒന്നുകൂടി ഉയർത്താൻ ഈ സിനിമ അദ്ദേഹത്തിന് സഹായമാക്കുന്നതിൽ ഒരു സംശയമില്ല. അദ്ദേഹം ഒരു ഫണ്ണി ക്യാരക്ടറാണ്. ഇതിൽ സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എവിടേക്കോ ഒരു കല്ലുകടി തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സൂപ്പറായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീനിൽ അദ്ദേഹത്തിൻ്റെ മാസീവായിട്ട് മാറുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ
അസാധ്യമാണ്. ആ സീനൊന്നും ഞാൻ പറയുന്നില്ല. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന സമയത്തുള്ളൊരു മാസ് സീനൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അമ്മോ, ആലോചിക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ്. പിന്നെ അത് എടുത്തു പറയേണ്ടത് ദീപിക പദുക്കോൺ കിട്ടിയ ക്യാരക്ടർ, ഇതിലേറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ദീപിക പദുക്കോണ് വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എപ്പോഴും ഇങ്ങനെ വിഷമം അങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഇതിൽ ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതേപോലെ അന്നാബൻ നമ്മുടെ മലയാളത്തിൽ നിന്ന് കിട്ടിയ ക്യാരക്ടർ അസാധ്യം എന്ന് വെച്ചാൽ അസാധ്യം. അത് ഒരു മാസീവായിട്ടുള്ള ഒരു റോളും അതേസമയം ഒരു ഫണ്ടിയും കൂടിയാണ്. അത് രണ്ടും വൃത്തിയിൽ അത് ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ അന്നാബനിന് സാധിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ പശുപതി ആണെങ്കിലും നെക്സ്റ്റ് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ അതിൽ BGM, സന്തോഷ് നാരായണൻ്റെ BGM സൂപ്പർ. നമ്മൾക്ക് അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണോ, നമുക്ക് പ്രതികരിക്കേണ്ടതാണോ, അദ്ദേഹം ബ്യൂട്ടിഫുള്ളായിട്ട് സ്കോർ ചെയ്യും. ബാക്കിയുള്ളത് മോശമെന്നല്ല. അദ്ദേഹത്തിന് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതികരിക്കണം തോന്നുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന സ്കോറിംഗ് ഉണ്ട്. കാല, കപാലി, മദ്രാസ്, പിന്നെ ധനുഷിന് ഒരു സിനിമ ഉണ്ടായിരുന്നു, കർണനാണോ അസുരനാണോ എനിക്ക് ഓർമ്മയില്ല. അതിലൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യണം, നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അദ്ദേഹം കൊടുക്കുന്ന സ്കോറിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു സംഭവം ഇതിലും ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രതികരിക്കുന്ന ആ ഒരു പ്രതിഷേധമാണ് ഈ സിനിമയും കാണിക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ ബെറ്ററായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു പ്രധാന ഘടകത്തിൽ BGM വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിലെ ശോഭനയുണ്ട്, കമൽഹാസനൊക്കെ എന്താ പറയേണ്ടത് അറിയോ. കമൽഹാസനൊക്കെ അഴിഞ്ഞാട്ടം നടത്താനുള്ള ഒരു സ്പേസ് ഇതിൽ കുറവാണ്. പക്ഷെ കിട്ടിയ ചെറിയ കമൽഹാസനൊന്നും ഇതിലത്ര റോളില്ല. ബട്ട് നെക്സ്റ്റ് പാർട്ടിൽ നല്ല റോൾ ഉണ്ട് എന്നുള്ളൊരു സംഭവം തന്നിട്ടാണ് സിനിമ പോകുന്നത്. സൂപ്പറായിരുന്നു. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്കാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് സിനിമയിലെ സൂപ്പർ ഹീറോ കഥാപാത്രത്തോടൊക്കെ ഇടയ്ക്ക് നമുക്കൊരു കമ്പയർ ചെയ്യാൻ നമുക്ക് തോന്നും. ആ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ആയിട്ടുള്ള അവെഞ്ചേഴ്സ്, മാർവൽ എന്നൊക്കെയുള്ള സിനിമകളോടൊക്കെ കിടപിടിക്കാൻ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിൽ സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ക്യാമിയോസ്. നമ്മുടെ കുറച്ച് ആളുകളുണ്ട്, ക്യാമിയോസ് ഒന്നും പറയുന്നില്ല. ക്യാമിയോസൊക്കെ തിയേറ്ററിൽ നല്ലൊരു ഓളം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ എണീച്ച് നിന്ന് കൈയടിപ്പിക്കുന്ന ലെവലിൽ ക്യാമിയോസ് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യില്ല കയ്യിൽ. ആ സീനൊക്കെ തീർന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് മഹാഭാരതമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ സിനിമ. ഞാനത് എങ്ങനെയാണെന്നുള്ളതൊന്നും പറയുന്നില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇതിലെ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും കൽക്കി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു തിയേറ്ററിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടാവുന്ന ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ അനുഭവിക്കാത്തൊരു തരം എക്സ്പീരിയൻസ് ആണ് കൽക്കി എന്ന് പറയുന്നത്. സോ നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് മിസ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണുക. 3D ഉണ്ടെന്നാണ് കേട്ടത്. 3D ഇവിടെ അടുത്ത തിയേറ്ററൊന്നും അറിയില്ല. 3D ഉണ്ടെന്നാണ്, പറ്റുകയാണെങ്കിൽ 3D കാണുക. ഞാൻ 2Dയിലാണ് കണ്ടത്. 2D കണ്ടാലും ഓക്കെയാണ് സിനിമ. എന്തായാലും പ്രഭാസിനും അമിതാഭ് ബച്ചനും മറ്റ് നടന്മാർക്കൊക്കെ ഒരു കംബാക്ക് തന്നെയാണ് ഈ സിനിമ ഒരു 1000 കോടിക്ക് മേലെ പോട്ടെ. സെക്കൻഡ് പാർട്ട് ഗംഭീരമായിട്ട് വരട്ടെ. ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ഇവരുടെ കിട്ടിയ ബജറ്റിൽ ഇവർ ഇത്രയും സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. 600 കോടിയാണ് ബജറ്റെന്ന് തോന്നുന്നു. 600 കോടിക്കാണ് ആദിപുരുഷൻ ചെയ്തത്, ഒന്നും അല്ലാതാക്കി കളഞ്ഞു. പക്ഷേ ഇത് 600 കോടി കിട്ടിയ പൈസ മുതലാക്കുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് പടത്തിൽ ഇതിലും ബജറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അത് കിട്ടിയാലും ഇവർ അത്രയും സൂപ്പറാക്കി ഇവർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു സിനിമയുടെ റിവ്യൂ വരുന്നവരെ